വയനാട് ബത്തേരിയിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനക്കോഴ വാങ്ങിയവർ ഇപ്പോഴും പുകമറയ്ക്കുള്ളിലാണെന്ന് ബത്തേരി അർബൻ ബാങ്ക് ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ DP രാജശേഖരൻ പറയുന്നു. അഴിമതി ആരോപണത്തെ വഴിതിരിച്ചുവിടാനാണ് CPIM സമരം നടത്തുന്നത്. ബത്തേരി ബാങ്കിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് നടപടിയെടുത്തവരെ CPIM സംരക്ഷിച്ചിട്ടുണ്ടെന്നും DP രാജശേഖരൻ 24-നോട്. DCC ട്രഷറർ NM വിജയൻ്റെയും മകൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട് ബത്തേരി മേഖല കേന്ദ്രീകരിച്ചുള്ള സഹകരണ ബാങ്കുകളിലും മറ്റും നടന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയരുകയാണ്. ഈ വിവാദത്തിൽ ഏറ്റവും ഉയർന്നു കേട്ട പേരാണ് ബത്തേരി അർബൻ ബാങ്ക്. ആ അർബൻ ബാങ്കിൻ്റെ നിലവിലെ ചെയർമാനും ഒപ്പം തന്നെ DCCയുടെ ജനറൽ സെക്രട്ടറിയുമായ DP രാജശേഖരൻ നമ്മോടൊപ്പം ചേരുകയാണ്. 2022 ബത്തേരി അർബൻ ബാങ്ക് നടന്ന നിയമനവുമായിട്ടാണ് വിവാദമുണ്ടായത്. ഞാനടക്കമുള്ള ആൾക്കാരാണെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ആ പ്രശ്നം ഉന്നയിക്കുകയും ആ പ്രശ്നം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ശ്രീ IC ബാലകൃഷ്ണൻ MLA ആണ് ഞങ്ങൾ 3 DCC ജനറൽ സെക്രട്ടറിമാരെ അന്വേഷണ കമ്മീഷനായിട്ട് വെക്കുന്നു. അത് KPCCയുടെ അനുവാദത്തോടു കൂടിയാണ് വെച്ച് ആ അന്വേഷണത്തിൽ 23 പേരുടെ അടുത്തു നിന്ന് ഞങ്ങൾ മൊഴിയെടുത്തു. ആ മൊഴിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആൾക്കാർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വന്നു. റിപ്പോർട്ട് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും KPCCക്കും സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു വെച്ചു. ഒന്ന് അർബൻ ബാങ്ക് ചെയർമാനായിരുന്ന ഡോക്ടർ സണ്ണിയെയും മറ്റൊന്ന് KK ഗോപിനാഥനെയുമായിരുന്നു. ഈ ക്രമക്കേട് നേരത്തെ ഉണ്ട്, അത് അങ്ങനെ വലിയ രീതിയിൽ പണം വാങ്ങിയിട്ടാണല്ലോ ഈ പുതിയ നിയമനം നടന്നത്. അല്ലെങ്കിൽ ആ നിയമനം നടക്കില്ലല്ലോ. ഒരു 8 ദിവസത്തേക്ക് വേണ്ടി എന്നാൽ പിന്നെ അവരെ 3 പേരെ കൂടി അങ്ങ് എടുക്കാമല്ലോ. ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 3 പേരെ എടുത്താൽ പോരെ. ആ ഒരാളെ എടുത്ത് ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് വീണ്ടും 8 ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളിക്കുന്നെങ്കിൽ ഇതിൻ്റെ അകത്തിൽ നല്ല ഉദ്ദേശമൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു മാഫിയ ഉണ്ടോ അതിന് പിന്നിൽ? തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഭാഗവാക്കുകളായവർ അതിനെ നിയന്ത്രിക്കുന്നു. കാലഘട്ടങ്ങളിൽ ഓരോ സമയത്തും ഈ അഴിമതി ആരോപണം പുറത്തു വരുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. ഒരിക്കൽ ഒരു RP ശിവദാസ് ആയിരുന്നെങ്കിൽ ഇന്ന് IC ബാലകൃഷ്ണനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചിത്രം അതിലേ പോവും. ഇതിന് നേതൃത്വം കൊടുത്തവരൊക്കെ രക്ഷപ്പെട്ടു മുന്നോട്ട് പോകും. നേതൃത്വം കൊടുത്തവർ ഇപ്പോഴും പുകമറയ്ക്കുള്ളിലുണ്ട് 100%. CPM വലിയ രീതിയിലുള്ള സമരവുമായിട്ട് രംഗത്തുണ്ട്. IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. IC ബാലകൃഷ്ണൻ ഏതെങ്കിലും വിധത്തിൽ ഇതിൽ വിധേയനാണോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? CPM നടത്തുന്ന സമരം പൊള്ളയായ സമരമാണ്. അങ്ങനെ ആയിരുന്നു എങ്കിൽ അവരാദ്യം കോൺഗ്രസ് നടപടിയെടുത്ത സണ്ണി ഡോക്ടറെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറാക്കി വെക്കില്ല. പിന്നീട് അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കില്ല. പല നേതാക്കളുടെയും മക്കൾ ഈ ബത്തേരിയിലെ പല ബാങ്കുകളിലും ജോലി ചെയ്യുന്നുണ്ട്. BJP ഭരിക്കുന്നിടത്തുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്നിടത്തുണ്ട്, കോൺഗ്രസ് അല്ലാതെ കോൺഗ്രസ് കൊണ്ടുകൊടുത്ത പഞ്ചായത്തിലുണ്ട്, ബാങ്കുകളിലൊക്കെ ഉണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളുടെ മക്കളുണ്ട്. പാർട്ടി തലത്തിൽ ഒരു വേണ്ട വിധത്തിലൊരു ആക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ പറയാനുള്ളത്? കാരണം എന്താ വെച്ചാൽ പാർട്ടി തലത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഷയം കൂടിയാണുള്ളത്. പാർട്ടി തലത്തിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഡോക്ടർ സണ്ണിയെയും ഗോപിനാഥൻ്റെ പേരിൽ നടപടിയെടുത്തത്. ആ നടപടിയിൽ തുടരുന്നു. അവർ തിരിച്ച് ഇതുവരെ പാർട്ടിയിൽ കയറിയിട്ടില്ല. ഒരു മാഫിയ സ്വഭാവം ഉണ്ടോ ഇതിന്? എനിക്ക് സഹകരണ മേഖലയിൽ ഒരു മാഫിയ സംഘമുണ്ട് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ തുടരുകയാണ്. ഇതിനിടയിലാണ് നിലവിലെ ബാങ്ക് ചെയർമാൻ്റെ പ്രതികരണം. ആ പ്രതികരണത്തിൽ കൃത്യമായ രീതിയിൽ ഒരു സംഘം ഈ ബത്തേരി കേന്ദ്രീകരിച്ച് സഹകരണ മേഖലയിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നുണ്ടെന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.